അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ വികസനത്തിൽ പിന്നോട്ട് നയിച്ച ഇടത് സർക്കാരിന്റെ സ്വാഭാവിക പതനം അടുത്തെത്തിയിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനവിരുദ്ധ നയങ്ങളിലൂടെ മുന്നേറുന്ന സർക്കാരിനെ തിരുത്താൻ പ്രതിപക്ഷം പലവട്ടം ശ്രമിച്ചുവെന്നും കോടതികളും വിധികളിലൂടെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വണ്ടൂരിൽ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏപ്രിൽ 9 വളരെ അടുത്തെത്തിയല്ലോ എങ്ങനെയൊക്കെ നടത്തുന്നു. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അപ്പോൾ വലിയ ആശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ പിന്നെ 9 ഏപ്രിൽ 25 ദിവസമുള്ളൂ. അപ്പോൾ 25 ദിവസം കഴിഞ്ഞാലെങ്കിലും നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താമല്ലോ എന്നാണ് ഓരോ കേരളീയ ആശ്വാസം ഉണ്ട്. എല്ലാവരും സ്വപ്നം കണ്ടതുപോലെ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അനിൽകുമാറിനെ ഞാനിവിടെ പറയേണ്ടതില്ല. ഐക്യ ജനാധിപത്യങ്ങളുടെ കരുത്തനായ നേതാവ്, ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു നേതാവ് കൂടിയാണ് ശ്രീ അനിൽകുമാർ. അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് ആ കാലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. രാഹുലും പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവരുടെയൊക്കെ ആ തെരഞ്ഞെടുപ്പുകളിൽ അവരോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അനിലിനെ ഇപ്പോഴും അനിലുമായി നമുക്ക് ഇപ്പോഴൊക്കെ തന്നെ അനിലിൻ്റെ ആ വ്യക്തിത്വത്തെ പ്രത്യേകമായി നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പ്രവർത്തകരാണ്. വളരെ അടുത്ത ബന്ധം പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശാസ്ത്രമായിട്ടൊക്കെ ഒരു വാത്സല്യപരമായിട്ട് ബന്ധമായിട്ട് ശാസ്ത്രനെ പോലെയുള്ള ചെറുപ്പക്കാർ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ പോലെയുണ്ട് കേരളത്തിനെ മന്ത്രിയായിട്ട് നല്ല ഭരണം നമുക്ക് കാഴ്ചവെച്ചു തന്നിട്ടുള്ള നേതാവ് കൂടിയാണ്. രാഷ്ട്രീയ ഭാവിയുള്ള അനിൽകുമാറിന് തന്നെ വണ്ടൂർ നിയോജകമണ്ഡലത്തിന് ഒരിക്കൽ കൂടി ലഭിച്ചതിൽ സന്തോഷമുണ്ട്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഈ സർക്കാരിനെ പുറത്താക്കാൻ ജനങ്ങൾ മനസ്സുകൊണ്ടും മനോധൈര്യത്തോടെയും ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. UDF ചെയർമാൻ P. ഖാലിദ് അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. PV അബ്ദുൽ വഹാബ് MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്ഥാനാർത്ഥി AP അനിൽകുമാർ, AICC അംഗം E. മുഹമ്മദ് കുഞ്ഞി, KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, UDF നേതാക്കളായ KC കുഞ്ഞിമുഹമ്മദ്, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, KT അജ്മൽ, P. വാസുദേവൻ, TP ഗോപാലകൃഷ്ണൻ, ജോജി K. അലക്സ്, ജോയ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.